Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ബർഗർ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബർഗർ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബർഗർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബണ്ണാണ് വേണ്ടത്. അപ്പോൾ ഇത് സാധാരണ കടകളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഇതുപോലുള്ള ബണ്ണ്. ഇതുപോലുള്ള ബണ്ണിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിലും തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ കാണാനായിട്ട് ഒരു ഭംഗി നമ്മുടെ ഈ ബണ്ണിൽ തയ്യാറാക്കും വേണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കുറച്ച് ബണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ബർഗർ ബണ്ണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബർഗർ സോസ് ഫസ്റ്റ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മയോനൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ മയോനൈസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എഗ് മയോനൈസും എഗ്ലെസ് മയോനൈസും ഈ രണ്ടിൻ്റെ റെസിപ്പി എഗ് മയോനൈസും എഗ്ലെസ് മയോനൈസിൻ്റെയും രണ്ടിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ നിങ്ങൾ വീട്ടിൽ മയോനൈസ് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുവരെ മയോനൈസ് തയ്യാറാക്കി നോക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് മയോനൈസ് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള മയോനൈസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കി വളരെ നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ടൊമാറ്റോ സോസിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് സ്വീറ്റ് ചില്ലി സോസും കൂടി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമാണ്. കുറച്ച് വറ്റൽ മുളക് മാത്രം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ സ്വീറ്റ് ചില്ലി സോസ് സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് വന്നിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി ചേർക്കുകയാണ്. ഇത് മൂന്നും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ട് എല്ലാം ഒരുപോലെ വരുന്നതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബർഗർ സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബർഗറിലേക്ക് വെക്കാനും ആവശ്യമായിട്ടുള്ള മുട്ട ഒന്ന് ഓംലെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം ഒരു 1/2 ടീസ്പൂൺ മാത്രം എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള മുട്ട ഒന്ന് ഓംലെറ്റ് ചെയ്തെടുക്കാം. മുട്ട ഒന്ന് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരല്പം കുരുമുളക് പൊടി ഇതിന് മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം ഉപ്പും കൂടി. മുട്ടയുടെ ഒരു സൈഡൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപാട് സമയം ഇത് വേവിക്കണം എന്നുള്ള ആവശ്യമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡും നല്ലതുപോലെ ഇങ്ങനെ ഹാർഡായിട്ട് വെന്ത് കിട്ടരുത്. അകത്തുള്ള നമ്മുടെ മുട്ടയുടെ മഞ്ഞയൊക്കെ ചെറിയ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ മുട്ട ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രത്തോളം ബർഗർ വേണോ അതിനനുസരിച്ചിട്ട് മുട്ടയും നമുക്ക് ഓംലെറ്റ് ഇട്ട് എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ബർഗർ തയ്യാറാക്കാനും ആവശ്യമായിട്ടുള്ള ബണ്ണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബണ്ണ് ഇതുപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബർഗർ സോസ് ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മുടെ ഈ ബണ്ണിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് നമുക്കൊരു സ്പൂണിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. എത്രത്തോളം സോസ് വേണം എന്നുള്ളത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നമ്മുടെ സോസ് എല്ലാം ഞാനിപ്പോൾ ബണ്ണിലേക്ക് ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്ത സവാളയുടെ 2 പീസ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. സവാളയുടെ പീസും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് തക്കാളിയും കൂടി. അപ്പോൾ 2 വട്ടത്തിലരിഞ്ഞ തക്കാളിയും കൂടി നമുക്ക് നമ്മുടെ ബർഗറിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും വെച്ച് കൊടുക്കാം.
തക്കാളിയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ക്യാപ്സിക്കം കൂടി. നമ്മുടെ ബർഗറിൽ സാധാരണ നമ്മൾ ഇതുപോലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെക്കാറുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ച കളർ എടുത്തതേ ഉള്ളൂ. മഞ്ഞയാണെന്നുണ്ടെങ്കിലും ചുവപ്പാണെന്നുണ്ടെങ്കിലും ഏത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കട്ട്ലേറ്റും കൂടി. അപ്പോൾ കട്ട്ലേറ്റ് വന്നിട്ട് ചിക്കൻ കട്ട്ലേറ്റാണ് നമ്മൾ ഇതിലേക്ക് വെക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കട്ട്ലേറ്റ് വെക്കാവുന്നേ ഉള്ളൂ. വെജ് കട്ട്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കൻ കട്ട്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി വന്നിട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കട്ട്ലേറ്റും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഈ കട്ട്ലേറ്റ് ഇല്ലാതെ നമുക്ക് ബർഗർ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ കട്ട്ലേറ്റ് ഇല്ലാതെ നമുക്ക് ബർഗർ നല്ല സൂപ്പറായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കട്ട്ലേറ്റും കൂടെ വെക്കുമ്പോഴാണ് ആ ബർഗറിൻ്റെ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അത്രയും മാത്രമേ ഉള്ളൂ. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതാ വേണ്ടത് നമ്മൾ നേരത്തെ ഓംലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടിയാണ്. ആ മുട്ടയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കട്ട്ലേറ്റ് ഇല്ലാതെ വെറും മുട്ട മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ചെയ്യുന്നത് മുട്ട മാത്രം വെച്ചിട്ടാണ്. കട്ട്ലേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെയും ചെയ്യാറുണ്ട്. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിന് മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാബേജും കൂടിയാണ്. ക്യാബേജിന് പകരം നമ്മുടെ കയ്യിൽ ലെറ്റ്യൂസ് ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്യാബേജ് വളരെ കുറച്ച് മതി കേട്ടോ. ഒരുപാട് വെക്കേണ്ട ആവശ്യമില്ല. അത് ഈ ഒരു അളവിൽ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത നമ്മുടെ സോസ് കൂടി നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് സോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇതെല്ലാം വെച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ്. ടൊമാറ്റോ സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മറ്റൊരു ബണ്ണെടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചെറുതായിട്ട് ഇതിന് മുകളിലേക്കൊന്ന് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബ്രഷിലേക്ക് ഒരല്പം ബട്ടർ എടുത്തൊന്ന് പുരട്ടി കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് കുറച്ചൊന്ന് വെള്ള എള്ളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിനുള്ളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈങ് പാനിലേക്ക് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബർഗറാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ ബർഗർ കഴിക്കാവുന്നേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.